ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. മിശിഹായിൽ സ്നേഹമുള്ളവരെ, ആണ്ടുവട്ടം 23-ാം വാരം ബുധൻ. തിരുസഭ മാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുക വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങളാണ്. ഇതിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സുവിശേഷ ഭാഗ്യങ്ങളെ പറ്റിയാണ്. അതായത് യേശുവിൻ്റെ പ്രഭാഷണത്തിലെ ചില ഭാഗങ്ങളാണ് ഇവിടെ മത്തായിയും ലൂക്കായും അവതരിപ്പിക്കുന്നുള്ളൂ. 8 സൗഭാഗ്യങ്ങൾ മത്തായി സുവിശേഷകൻ അവതരിപ്പിക്കുമ്പോൾ 4 സൗഭാഗ്യങ്ങളാണ് വിശുദ്ധ ലൂക്ക എഴുതി വച്ചിരിക്കുന്നത്. ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദാരിദ്ര്യം, വിശപ്പ്, കരച്ചിൽ ഇവയൊക്കെ അനുഭവിക്കുന്ന വ്യക്തികൾ ഇന്ന് സങ്കടപ്പെടും, പക്ഷേ വരുവാനിരിക്കുന്ന ലോകത്ത് അവർ സന്തോഷിക്കുമെന്ന് യേശുനാഥൻ വ്യക്തമാക്കുന്നു. നമുക്ക് ആഴത്തിലേക്ക് ഒന്ന് കടന്നു വരാം. എന്താണ് ദാരിദ്ര്യം? അല്ലെങ്കിൽ ദരിദ്രർ ആരാണ്? ധനികര് ആരാണ്? ഇത് എങ്ങനെയാണ് വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ അവതരിപ്പിക്കുന്നത് എന്ന് നോക്കാം. ലൂക്ക ഇതുവരെ അവതരിപ്പിച്ച സുവിശേഷ കഥകളിൽ എല്ലാത്തിനും ഇതിനുള്ള ഉത്തരം അടങ്ങിയിരിക്കുന്നു. കാരണം യേശുനാഥൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് തന്നെ ദരിദ്രരോട് സുവിശേഷം വിളംബരം ചെയ്യുവാനാണ്. അതിനായി അഭിഷേകം ചെയ്യപ്പെട്ട വ്യക്തിയാണ് യേശുനാഥൻ എന്ന് വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ തന്നെ 4-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം വിശുദ്ധ ലൂക്ക പല വിധത്തിലുള്ള അത്ഭുതങ്ങളും യേശുനാഥന്റെ പ്രവൃത്തികളും കാണിച്ചുകൊണ്ട് യേശുനാഥൻ വന്നിരിക്കുന്നത് ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ തൻ്റെ പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കുവാനാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പിശാച് ബാധിച്ച ഒരു പുരുഷന്റെ ബാധ ഒഴിപ്പിക്കുന്നതും കലശലായ പനി ബാധിച്ച ഒരു സ്ത്രീയെ സുഖപ്പെടുത്തുന്നതും വിവിധ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന വ്യക്തികളെ സുഖപ്പെടുത്തി അവരെ ആരോഗ്യത്തിലേക്ക്, സന്തോഷത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതും മീൻപിടുത്തക്കാരനായ പത്രോസിനെയും അത് പങ്കുവയ്ക്കുന്ന വ്യക്തികളെയും ശിഷ്യത്വത്തിലേക്ക് ക്ഷണിക്കുകയും പാപിയെന്ന് പൊതുജനം മുദ്രകുത്തിയ ലേവിയെ തൻ്റെ ശിഷ്യസ്ഥാനത്തേക്ക് വിളിച്ച് മത്തായി ശ്ലീഹ ആക്കുന്നതും ഇതെല്ലാം സൂചിപ്പിക്കുന്നത് പല വിധത്തിൽ ജീവിതത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന വ്യക്തികളെ യേശുനാഥൻ വിളിച്ച് ദൈവരാജ്യത്തിൻ്റെ സന്തോഷത്തിലേക്ക് കൊണ്ടുവരുന്നു എന്ന് തന്നെയാണ്. ഇനി ആരാണ് ദാരിദ്ര്യം അനുഭവിക്കുന്ന വ്യക്തികൾ? ദൈവരാജ്യം യേശുവിൽ വന്നു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നവരും യേശുവിനെ സ്വീകരിക്കുന്നവരുമാണ് വിശുദ്ധ ലൂക്കാ സുവിശേഷകന്റെ കാഴ്ചപ്പാടിൽ ദരിദ്രർ. അതായത് യേശുവിൻ്റെ ദൈവീകതയെ മനസ്സിലാക്കുകയും ആ ദൈവീകതയിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ ദരിദ്രർ എന്ന് ലൂക്കാ സുവിശേഷകൻ വിളിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി ആരാണ് ധനികര് എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും സുവിശേഷകൻ പങ്കുവയ്ക്കുന്നുണ്ട്. യേശുവിൽ സന്നിഹിതമായിരിക്കുന്ന ദൈവത്തെ നിരാകരിക്കുന്നവരാണ് ധനികര്. യേശുവിനെ അനുഗമിക്കുവാനോ എല്ലാം ഉപേക്ഷിക്കുവാനോ ഇവർ ഒരുങ്ങുന്നില്ല. കാരണം എന്താണ്? ഇവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ സുഖമെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. യേശുവിന് വേണ്ടിയോ ദൈവത്തിന് വേണ്ടിയോ ഈ സുഖം ഒരിക്കലും ഉപേക്ഷിക്കുവാൻ ഇവർ ഒരുങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ എന്നും ധനികരായി തങ്ങളുടെ പണവും തങ്ങളുടെ സ്വത്തും കെട്ടിപ്പിടിച്ച് ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുവാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ ലൂക്കാ സുവിശേഷകൻ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വ്യക്തിയെ അവതരിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ വായിച്ചു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും സക്കേവൂസിനെ അവതരിപ്പിക്കുന്നുണ്ട്. അവൻ പണക്കാരനായിരുന്നു, എല്ലാ സൗഭാഗ്യങ്ങളും അവനുണ്ടായിരുന്നു. പക്ഷേ അവൻ യേശുവിന് വേണ്ടി ദാരിദ്ര്യം അനുഭവിക്കുന്നവനാകുന്നു. എങ്ങനെയാണ്? ദൈവത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി അവനുണ്ടായിരുന്നതെല്ലാം വിറ്റ് പാവങ്ങൾക്ക് കൊടുക്കുമ്പോൾ അവൻ ദാരിദ്ര്യം അനുഭവിക്കുന്നു. ആ ദാരിദ്ര്യം അവനെ ജീവിതത്തിൻ്റെ സന്തോഷത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം
യേശുനാഥനെ സംബന്ധിച്ചിടത്തോളം ദാരിദ്ര്യം എന്നത് അത് ഒരു സന്തോഷം തന്നെയാണ്, ദൈവത്തിലുള്ള സന്തോഷം. സ്നേഹമുള്ളവരെ, നമുക്കും നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വരാം. നമുക്കുള്ളത് ദൈവം ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനാണ്. അതെപ്പോഴും പണം തന്നെ പങ്കുവയ്ക്കണമെന്നില്ല. നമ്മളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നവരുണ്ട്, നമ്മളിൽ നിന്ന് നല്ലൊരു സംസാരം ആഗ്രഹിക്കുന്നവരുണ്ട്, നല്ലൊരു രീതിയിലുള്ള പ്രവൃത്തി ആഗ്രഹിക്കുന്നവരുണ്ട്. അങ്ങനെ നമ്മളാൽ കഴിയുന്ന വിധത്തിൽ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമ്മളും ദൈവത്തിൻ്റെ മുമ്പിൽ ഉയർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. ദൈവം ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. നമുക്ക് നൽകിയിരിക്കുന്നത് എന്താണോ അത് മറ്റുള്ളവരുമായി പങ്കുവെച്ചുകൊണ്ട് ദൈവം നമുക്ക് നൽകുന്ന ആ സന്തോഷം അതനുഭവിക്കുവാൻ സാധിക്കണം. എല്ലാവരോടുമൊപ്പം നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിച്ചുകൊണ്ട് അവസാനം ദൈവത്തിൽ എത്തിച്ചേരുവാനും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.